സിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. വേറെ ഒന്നിനല്ല, നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ എൻ്റെ സ്വന്തം ബാദുക്കാക്കിയുണ്ട്, ഉപ്പച്ചുണ്ട്, ഉമ്മച്ചുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് ജാംജൂമിലേക്കാണ് കേട്ടോ. ഇവിടെ സ്റ്റുഡൻസ് എക്സ്പോ തുടങ്ങിയെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് ജാംജൂമിൽ നിന്ന് കേറിയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഓഫർ ഉണ്ട് ഗൈസ്. നമുക്ക് അകത്തേക്ക് അങ്ങനെ നമ്മള് മുകളിലോട്ട് കയറാണ്. ബാഗും ബോട്ടിലൊക്കെ ഒന്നാം ക്ലാസ് എടുത്ത ബാഗ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണം. എന്നൊന്നും ഞാൻ പറയില്ല, കഴിഞ്ഞ ബാഗ് എടുത്ത് ഞാൻ ഈ കൊല്ലം ബാഗ് കഴിഞ്ഞ ബാഗാണ് എടുത്തത്. കഴിഞ്ഞ കൊല്ലത്തെ ബാഗാണ്. ഗൈസ്, ഞാൻ മേലേക്ക് കയറുമ്പോഴാട്ടോ അത് ശ്രദ്ധിച്ചത്. ഇവിടെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ് ഉണ്ട് കേട്ടോ. ബാദുക്കാക്കൻ്റെ ആർത്തിയാണ്ടോ, വേറെ ഒന്നിനല്ല കേട്ടോ, കാറിലേക്കുള്ള കീ ചെയിൻ വാങ്ങാൻ. അതാട്ടോ ഇത്ര ആർത്തി. മൂപ്പരൊരു വണ്ടിപ്രാന്തനാ. ഗൈസ്, ഈ കീ ചെയിനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ബാഗ് സെലക്ട് ചെയ്തിട്ട് വേണം ഇത് താഴെ വന്ന് വാങ്ങാൻ. ഓ, എന്ത് രസം അതൊക്കെ കാണാൻ. ഇനി സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല, വാ നമുക്ക് മേലേക്ക് പോവാം. ഇപ്പച്ച അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. പറഞ്ഞ പോലെ തന്നെ കേട്ടോ, സ്റ്റുഡൻസ് എക്സ്പോൻ്റെ ഒരു വൺ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. മോൻ, എന്ത് ക്യൂട്ട് ഐറ്റംസ് അവിടെ ഉള്ളതെന്നറിയോ? എന്താണെന്നറിയില്ല ഗൈസ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ താൻ അവിടെ നിന്നു. ഗൈസ്, നിങ്ങളിങ്ങനാണോ? ഇത് മാത്രമല്ല കേട്ടോ, വാ ഞാൻ കാണിച്ചു തരാം. വാട്ടർ ബോട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഏതെടുക്കുന്നുള്ളതിൻ്റെ കൺഫ്യൂഷനാണ്. ഗൈസ്, കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. പെന്നും പെൻസിലൊക്കെ എടുത്ത് വന്നപ്പോൾ ഇത്രയേ ആയുള്ളൂ. പിന്നെ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് പാലുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കപ്പ് എടുത്ത്. ഉള്ളിൽ സ്റ്റീലാണ്, പുറത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ടീൻ്റെ ഒരു പിക്ചറാണ് ഗൈസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനവും എനിക്ക് ബാഗ് കിട്ടി. ബാദുവിന് കുറച്ചൊക്കെ കിട്ടി. ഇനി കുറച്ചും കൂടി എടുക്കാനുണ്ട്. ഇനി ഇതാ ഇമ്മച്ചിൻ്റെ കിച്ചണിലേക്കുള്ളത് എടുക്കാണ്. നമ്മളത് കഴിഞ്ഞു ഗൈസ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ക്ലാസ് ആണ് തോന്നുന്നത്. മൂപ്പര് പിന്നെ തള്ളിൻ്റെ ഉസ്താദായതുകൊണ്ട് കുറച്ച് കൂട്ടി പറയും. ഇതിനേക്കാളും ചെറിയ ക്ലാസ് കണ്ടിക്കണമല്ലോ, ചുമ്മാ പറയാ. ചിലപ്പോൾ ചെറിയ ക്ലാസ് ഉണ്ടാവും, പക്ഷെ മൂപ്പരാൾ കണ്ടിട്ടുണ്ടാവില്ല. വീട്ടിൽ ഇതിനെ സഹിക്കുന്ന പാട് എനിക്കേ അറിയുള്ളൂ. കിച്ചണൊക്കെ ഒന്ന് പ്രീമിയം ലുക്കാക്കിയിട്ട് വേണം ഗൈസ് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് വീട്ടിൽ വാങ്ങാൻ. എന്ത് രസമാണ് ഗൈസ് ഇതൊക്കെ കാണാൻ. രസം മാത്രമല്ല കേട്ടോ, നല്ല വിലയുണ്ട്. കുറച്ച് സമയം ഞാൻ ഒറ്റക്കായി ഗൈസ്. ഇവരാരെയും കാണുന്നില്ല. തിരഞ്ഞു നടക്കുമ്പോഴാട്ടോ ഞാൻ ആ കാഴ്ച കണ്ടത്. രണ്ടാൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കാം. സംഭവം ബില്ല് എത്ര ആവുന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഉപ്പച്ചി. ഞാൻ ഹാപ്പി അല്ലേന്ന് ചോദിച്ചപ്പോൾ ഉപ്പച്ചിൻ്റെ അച്ചീരി ഇട്ടോ. ബാദുക്കാക്ക നെയിം സ്ലിപ്പ് എടുത്തിക്കണം, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ വെച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ ലുലുമാൾക്ക് വിട്ടിട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിതാ ലുലുമാൾ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മള് ഷോപ്പിംഗ് ചെയ്യാനല്ല വന്നത്, നമ്മള് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയല്ലേ, അതുകൊണ്ട് നമ്മൾ ലുലുമാൾ കാണാൻ വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ ഇനാഗ്രേഷൻ ചെയ്ത് യൂസഫ് അലി അല്ലോ ജിയാണ് ട്ടോ. ചളി പറയുന്ന കാര്യത്തിൽ ഇവനെ അറിയാലോ എല്ലാവർക്കും. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇതിന് മുന്നേ ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്തൊക്കെ മാറ്റം വന്നെന്ന് നമുക്ക് നോക്കാം. സിലുവിൽ റീഡേഴ്സ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് ബുക്ക് ഉണ്ട് ഗൈസ്. മൈ ഫേവറേറ്റ് ആക്ടർ.
ഷാറുഖ് ഖാൻ മേരി ജാൻ ദാദാ തുझे देखा तो ये जाना. റീഡേഴ്സ് ഫെസ്റ്റിൽ നമ്മൾ ബേപ്പൂർ സുൽത്താന്റെ ബുക്സും ഉണ്ട് കേട്ടോ ഇവിടെ. എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? റീഡേഴ്സ് ഫെസ്റ്റിവൽ? അത് നല്ലൊരു ഇതാണത്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഇതാണത്. എന്നോടൊക്കെ ചോദിച്ചു ഇന്നാണ് തല്ലാൻ. ഇവര് എവിടേക്കാണ് പോണേന്ന് എനിക്ക് മനസ്സിലായി. ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇവര് പോകുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നാൽ ഞാൻ നേരെ പോലെ എവിടേക്കാന്ന് അറിയാം, ഫുഡിന്റെ ഏരിയ. കുറെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ ഒന്ന് നോക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു പുതിയ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ, ലുലു തട്ടുകട. ശരിക്കും ലുലുവിന്റെ ഉള്ളിൽ ഒരു അത്ഭുതം തന്നെ ആട്ടത്. പഴയ കാലം ഓർമ്മിപ്പിക്കുന്ന ഒരു ഓല മേഞ്ഞൊരു കട ആട്ടത്. നാടൻ ഫുഡ് ഐറ്റംസ് ആട്ടോ ഇവിടെ അധികം ഉള്ളത്. ഇവിടുന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പക്ഷെ നോക്കിയപ്പോൾ ഇപ്പച്ചിനെ കാണുന്നില്ല. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെന്താ നടന്നു വരുന്നത് രണ്ടാളും. അങ്ങനെ നമ്മള് ലുലുമാളിന്ന് കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തിട്ട് ലുലുമാളിന്ന് ഇറങ്ങി നമുക്ക് നമ്മള് ഒരു മുഹബത്ത് കാ സർബത്ത് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങിയ പിടി വിത്ത് ബീഫ്. നല്ല ടേസ്റ്റ് ഇല്ലേ? അത് കുടിക്കുമ്പോൾ എന്തോ തോന്നുന്നു. ഗൈസ് അങ്ങനെ നമ്മള് പിടി വിത്ത് ബീഫ്. അടിപൊളി ഗൈസ്. ഈ സാധനം ഒറ്റക്ക് നോക്കാം. അങ്ങനെ ഉണ്ടോ അത് ഗൈസ്? ഇന്നലെ പുതിയ സ്റ്റാൻഡ് തീ പിടിച്ച സ്ഥലമാട്ടത്. ഗൈസ് അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഏതോ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. വെച്ച് പറയുന്നത് ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണെന്നാണ്. ഗൈസ് സെലിബ്രിറ്റി ആയി ചെയ്ത കയ്യേക്കുന്ന ദൃശ്യം. വാവ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറഞ്ഞ തള്ളിച്ച് കാര്യമായിട്ട് അവിടെ എന്തോ തള്ളുന്നുണ്ട്. ഷവായ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ബർഗർ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. സിംഗർ ബർഗർ ആണ് കേട്ടോ, അതും അടിപൊളിയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് എന്നെ ഇപ്പം ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഷവായ വയ്ക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് ഗൈസ്. അങ്ങനെ നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയുണ്ട് കുറച്ച് സാധനങ്ങൾ കിട്ടാൻ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും നല്ല മഴ പെയ്തിട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വാങ്ങുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ